നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിലവിൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ 1600 രൂപയുടെ വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായി മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെ വിമർശിച്ചിരുന്നു. 5 മാസത്തെ പെൻഷനാണ് മറിയക്കുട്ടിക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. ഈ കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് കോടതിയിൽ മറുപടി നൽകണം. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നായിരുന്നു സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നത്. ഏപ്രിൽ മുതൽ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നില്ല. ഇത് ഇരട്ടി ഭാരമുണ്ടാക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പെൻഷൻ വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും വിശദീകരണം നൽകേണ്ടതുണ്ട്. അതേസമയം പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പെൻഷൻ പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിന് ഫണ്ടിന്റെ കുറവുണ്ടെന്നും എന്നത്തേക്ക് പെൻഷൻ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ സമയവും ആവശ്യപ്പെട്ടു. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നും അതിനകം സർക്കാർ മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേസ് പരിഗണിക്കുന്നത്. പെൻഷൻ ലഭിക്കാതെ മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് കോടതി ചോദിച്ചു. ദൗർഭാഗ്യകരമായ മറുപടിയാണ് സർക്കാരിൻ്റെതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. വിധവാ പെൻഷനായി 1600 രൂപയാണ് മറിയക്കുട്ടിക്ക് മാസം തോറും ലഭിക്കേണ്ടത്. കേന്ദ്ര ഫണ്ട് വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകിയേക്കും. മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. നൽകാനുള്ള പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിച്ചു. പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് മാത്രം പറയരുത്. പണമില്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. മാസം ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നാണ് മരുന്നുൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ ഇവർ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പെൻഷൻ തുക ലഭിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ചിലവുകൾ നടന്നുപോയിരുന്നത്. കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയിച്ചത്. ഇത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം. മറിയക്കുട്ടി ഹർജിയിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യ സെസ് പിരിക്കുന്നുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ്. പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം. വരും ദിവസങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.